ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റിന് വേനൽക്കാലത്തൊരു ബെസ്റ്റ് പോട്ടിംഗ് മിക്സ് ആണ് കേട്ടോ. പറ്റുന്നവരൊക്കെ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുറേ പേർക്കും ഈ ഒരു പ്ലാന്റ് പിടിച്ചു കിട്ടാൻ ഭയങ്കര പണിയാണ്, പക്ഷേ നശിച്ചു പോകാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ കുറേ പേര് പറയാറുണ്ട് ഇത് ചീഞ്ഞു പോകുന്നു വേഗം, അതുപോലെ പോട്ടിംഗ് മിക്സ് ടൈറ്റായി പോകുന്നു, ഹെൽത്തി ആയിട്ട് വളരുന്നില്ല, തൈകൾ വളരുന്നില്ല, കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അവർക്കൊക്കെ പറ്റിയൊരു പോട്ടിംഗ് മിക്സ് ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്ലാന്റൊക്കെ എത്ര ഹെൽത്തി ആയിട്ട് ആ ചെറിയ തൈ തന്നെ വളർന്നു നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് എത്രത്തോളം ഈ ഒരു പോട്ടിംഗ് മിക്സിൽ ഇതിൻ്റെ റൂട്ട് വളർന്നിട്ടുണ്ട് എന്ന് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് ഇങ്ങനെ വളരുന്ന ഈ ഒരു പോട്ടി മിക്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് എത്ര സോഫ്റ്റായിട്ട് ഈ പോട്ടി മിക്സിന് ഈ പ്ലാന്റ് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ആ പോട്ടി മിക്സ് ടൈറ്റേ അല്ല, എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് പോട്ടി മിക്സ് ടൈറ്റായി പോകുന്നു എന്നുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ലേ, അത്രയും സോഫ്റ്റായിട്ട് ഇത്രയും കൂടുതൽ വളർന്നത് ഈ ഒരു പോട്ടി മിക്സ് ആയതുകൊണ്ട് തന്നെയായിരിക്കും. കാരണം ഒരു തടസ്സമില്ലാതെ ഈ പ്ലാന്റിന് അത്രയും റൂട്ട് ഇറങ്ങാനുള്ളൊരു സ്പേസാണ് കേട്ടോ ആ പോട്ടിങ്ങിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ റൂട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിലെന്തൊക്കെ ചേർത്തെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പിന്നെ വേനൽക്കാലത്ത് നിന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വേറൊന്നുമല്ല, ഞാനതിൽ ചേർത്ത അളവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ സാധനങ്ങളൊക്കെ വെച്ച് തന്നെ മഴക്കാലത്ത് നമുക്ക് ചെയ്യാം, പക്ഷേ കുറച്ച് അളവുകൾ കുറയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഈ ചകിരിച്ചോറ് സംഭവമൊക്കെ ഓവറായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ആ പ്ലാന്റിൽ നിൽക്കും. അഗ്ലോണിമ കലാത്തിയ പ്ലാന്റുകളൊക്കെ പ്രത്യേകത അറിയാമല്ലോ, ഓവറായിട്ട് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തത്തിൽ ചീഞ്ഞു പോവും. ഒരു മിതമായ രീതിയിൽ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാവൂ. അതുപോലെ തന്നെ പോട്ടിങ് എപ്പോഴും ഒരു നനഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ അതിനുള്ളൊരു കണക്ക് വെച്ചിട്ടാണ് ഞാനിതിൽ ഇതൊക്കെ ചേർത്തത്. അപ്പോൾ നിങ്ങൾ മഴക്കാലത്ത് ചെയ്യുമ്പോൾ അങ്ങനെ നനവൊക്കെ കൂടുതൽ നിൽക്കുന്ന ഐറ്റംസ് ഇതിന്ന് വളരെ കുറച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. വേനൽക്കാലത്ത് നിന്ന് ഈ ഒരു അളവ് വെച്ചിട്ട് വേനൽക്കാലത്ത് ഈ ഒരു രീതി തന്നെ ചെയ്താൽ മതി. നല്ല സക്സസ് ആയിട്ട് നിങ്ങൾക്ക് അഗ്ലോണിമ പ്ലാന്റ് വളർത്തിയെടുക്കാം കേട്ടോ. ഒരു പ്ലാന്റ് പോലും നശിച്ചു പോവില്ല. അത്രയും നല്ലൊരു റിസൾട്ടാണ് എനിക്കിതിൽ ഫീലായത്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അഗ്ലോണിമ പ്ലാന്റ് ആർക്കും ഇങ്ങനെ നശിച്ചു പോകാതെ ഈ ഒരു രീതിയിൽ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടി മിക്സ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു വേണ്ടി എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഞാൻ മാക്സിമം അരിച്ചാണ് കേട്ടോ എടുത്തത്. വലിയ വലിയ കട്ടകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത്രയും സോഫ്റ്റായി പോട്ടി മിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഈ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പക്ഷേ എല്ലാതും ഈ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്ത്. പിന്നെ ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് എൻ്റെ അടുത്ത് കുറച്ച് നനഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മാക്സിമം ചകിരി നാരുകളൊക്കെ മാറ്റിയതിന് ശേഷം എടുക്കാൻ വേണ്ടിയിട്ട് ഇതും ഒന്ന് അരിച്ചിട്ടുണ്ട്. അപ്പം ഉണങ്ങിയ ചകിരിച്ചോറാണെങ്കിൽ ഇങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പൊടിച്ചങ്ങ് ചേർത്താൽ മതിയേ. അപ്പോൾ ഇതും ഇതുപോലെ അരിച്ചെടുത്തിട്ട് നല്ല തരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്തത് കേട്ടോ. അപ്പോൾ മഴക്കാലത്താണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഈ ചകിരിച്ചോറിൻ്റെ അളവ് തന്നെയാണ്. ഇത് മാക്സിമം കുറയ്ക്കണം. കാരണം അത്രയും വെള്ളം കെട്ടി നിൽക്കാൻ ഇത് കാരണമാവും കേട്ടോ. അത്രയും നനവ് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞു പോകും. കാരണം ഓൾറെഡി മഴക്കാലത്ത് തണുപ്പ് തന്നെയാണ്. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ മാത്രം ഞാൻ കൊടുത്തൊരളവിൽ കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മണലാണ് എടുത്ത്, പിന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കരിയില കമ്പോസ്റ്റാണ്. ഈ രീതിയിൽ എങ്ങനെയാണ് ഞാൻ കമ്പോസ്റ്റ് തയ്യാറാക്കിയെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഈ ഒരു കപ്പിൻ്റെ അളവിലെടുത്തിട്ട് ചെയ്യുന്ന അളവാണേ കാണിക്കുന്നത്. ഈ ഒരു ബോട്ടിൽ ഞാൻ പറമ്പിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത മണ്ണ്, അതും ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. വലിയ വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് വലിയ കല്ലുകൾ അല്ലെങ്കിൽ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റുകളെ പോട്ടിങ്ങിൽ ഇല്ലാത്തതാണ് കേട്ടോ നല്ല. അപ്പോൾ ഈ ഒരു കപ്പ് മണ്ണാണ് കേട്ടോ. ഈ ഒരു പോട്ടിൽ മണ്ണാണ് അളവിനെടുത്ത്. പറ്റുന്നതും മേൽമണ്ണ് എടുക്കുക. മേൽമണ്ണ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ബെസ്റ്റ്. പിന്നെ ഈ ഒരു അതേ അളവിൽ ചകിരിച്ചോറാണ് കേട്ടോ ഞാൻ എടുത്തത്. ഏത് കപ്പാണോ എടുത്തത് അതേ അളവിൽ മണ്ണ്, അതേ അളവിൽ ചകിരിച്ചോറ്. പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി ഈ ഒരു സെയിം കപ്പിൽ 2 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഈ മണ്ണിൻ്റെ അളവ് കുറച്ച് ഇങ്ങനത്തെ ചാണകപ്പൊടി, കരിയില കമ്പോസ്റ്റ് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുന്നതാണ് കേട്ടോ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. മാക്സിമം നമുക്ക് പോട്ടിൻ്റെ വെയിറ്റും കുറയ്ക്കുക, നല്ല ക്വാളിറ്റി പോട്ടി മിക്സ് നമുക്ക് കിട്ടും കേട്ടോ. മണ്ണിൻ്റെ അളവ് മാക്സിമം കൂട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ വെയിറ്റ്, നമ്മുടെ ചെടിച്ചട്ടീൻ്റെ ഒരു വെയിറ്റ് കൂടുക എന്നല്ലാതെ വേറൊരു ബെനിഫിറ്റും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് തന്നെ എടുക്കുന്നതായിരിക്കും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത്.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മണലാണ് കേട്ടോ. മണൽ വളരെ നല്ലതാണ്, കാരണം പോട്ടി മിക്സ് ടൈറ്റ് ആവാണ്ടിരിക്കാനും തണുപ്പ് കീപ്പ് ചെയ്യാനും ഒക്കെ മണൽ ബെസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് ഉള്ളൊരു ഡയറക്റ്റ് മണൽ തന്നെ എടുക്കുക. എനിക്ക് മണൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ എംസാൻഡാണ് ഇട്ട് എടുക്കൽ. കുറേ പേര് ചോദിക്കാറുണ്ട് എംസാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞ് പോലെ ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്, എനിക്കൊരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഉപയോഗിക്കാൻ പേടിയുള്ളവരുണ്ടെങ്കിൽ ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പം മണലിൻ്റെ അതേ ഒരു എഫക്റ്റാണ് കേട്ടോ വരിക. ഞാനിത് ഡയറക്റ്റ് തന്നെയാണ് ചേർക്കാറ്, എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴുകാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. മണലിൻ്റെ അളവ് ഞാൻ എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതും നമ്മൾ മാക്സിമം വെയിറ്റ് കുറച്ചൊരു പൊടി മിക്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അളവ് കുറച്ചുകൂടെ കുറയ്ക്കുന്ന നല്ലത്, കാരണം മണലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ കരിയില കമ്പോസ്റ്റാണ് ഇട്ടെടുത്തത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ്, മസ്റ്റായിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, സൂപ്പറാണ് കേട്ടോ. കരിയില കമ്പോസ്റ്റൊക്കെ നമ്മൾ എത്രത്തോളം ചേർക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ 2 കപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഒരു 3-4 കപ്പ് ചേർത്താലും ഒരു പ്രശ്നമില്ല. അത്രയും സോഫ്റ്റായ നല്ല ഹെൽത്തിയായ ഒരു പോട്ടി മിക്സായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കരിയില കമ്പോസ്റ്റ് ചേർക്കുന്നുണ്ട്. കാരണം ആ ഒരു പോട്ടിങ്ങിൽ അഗ്ലോണിമ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു വരുന്നത് കാണാറുണ്ട്. നല്ലൊരു ബ്ലാക്ക് കളറിലുള്ളൊരു പോട്ടിംഗ് മിക്സും നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരും. അപ്പോൾ കിട്ടുന്നവരൊക്കെ കരിയില കമ്പോസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു പോട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഒരു നനവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളൊരു പോട്ടിങ്ങിലാണ് നിങ്ങൾ അഗ്ലോണിമ പ്ലാന്റ് നടുന്നതെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് വളരും. നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് ആവുന്ന അത്രയും കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത്. കാരണം ഞാൻ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് അറിയിക്കുക.